വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതേ ചിലുചേലേന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ. ഹായ് ഡാ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുകയാണ്. ഹാപ്പി വിഷു. സൂപ്പർ നോട്ട്സിന്റെ വക എല്ലാവർക്കും നന്മയുള്ള ഒരു വിഷുക്കാലം ആശംസിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സന്ധ്യ ആയിരുന്നു. സോ സന്ധ്യ നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് നിങ്ങൾക്കും കൂടി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു PYQ സെഷൻ ആയാലോ. അപ്പൊ നമുക്ക് നോക്കാം. വേണ്ട, നമ്മളിത് 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 10 ക്വസ്റ്റ്യനും അതിന്റെ ഫാക്ടേഴ്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ വിഷു ആശംസിക്കുകയാണ് കേട്ടോ. സോ നോക്കാം, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളും കൂടി ആൻസർ ചെയ്യുക കേട്ടോ. നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓണം പരാമർശിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സംഘകാലം ഒരു കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സംഘകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹാകാവ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരെണ്ണം എല്ലാ പരീക്ഷകൾക്കും മിക്കവാറും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്, നോക്കടാ, അതേതാണ് ആ സംഘകാലം ഓണം പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നിങ്ങൾക്ക് അറിയാമോ? ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് ഏതാണെന്ന്. സോ നോക്കാം, ഓപ്ഷൻസ്: അകനാനൂർ, ചിലപ്പതികാരം, മധുരൈ കാഞ്ചി, പെരിയ പുരാണം. ഇതിൽ ഏതായിരിക്കും ഓണം പരാമർശിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതി എന്ന് പറയുന്നത്? ഏതാണ്? സോ ആൻസർ എന്ന് പറയുന്നത് മധുരൈ കാഞ്ചിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് മധുരൈ കാഞ്ചിയാണ്. ഓർമ്മിച്ച് വെച്ചോണേ, ഓണം പരാമർശിക്കുന്ന കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധുരൈ കാഞ്ചിയാണ് കേട്ടോ. മധുരൈ കാഞ്ചി. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പതികാരം ആരാണ് എഴുതിയെന്ന് അറിയാമോ? ചിലപ്പതികാരം ഇളങ്കോവടികളാണ് അല്ലെ എഴുതിയത്. ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. ഇളങ്കോവടികളാണ് എഴുതിയത്. ചിലപ്പതികാരം അല്ലെ, ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരിയ പുരാണം എഴുതിയതോ? പെരിയ പുരാണം ആരാ എഴുതിയെന്ന് അറിയാമോ? പെരിയ പുരാണം എഴുതിയത് ചേകിഴാർ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ശിവഭക്തനായിട്ടുള്ള ഒരു കവിയാണ്. 60 കവികളുടെ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. 60 കവികളുടെ ജീവചരിത്രമാണ്. ഞാൻ ഇവിടെ ആൻസർ എന്നും കൂടെ എഴുതി വെച്ചേക്കാം. അപ്പോ ചേകിഴാർ എന്ന് പറയുന്ന ആളാണ് എന്ത് എഴുതിയത്? പെരിയ പുരാണം എഴുതിയത്. വളരെ ശിവഭക്തനായിരുന്നു. 60 പേരുടെ ജീവചരിത്രമായിരുന്നു ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പൊ ചിലപ്പതികാരം നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ പറയുന്നില്ല. അകനാനൂർ നമുക്കറിയാം, അകനാനൂറും പുറനാനൂറും അല്ലെ. അകം കവിതകൾ, പുറം കവിതകൾ എന്നൊക്കെ ഉള്ളത് അവ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ മധുരൈ കാഞ്ചി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണം പരാമർശിക്കുന്ന സംഘകാലഘട്ടത്തിലെ കൃതിയാണ് മധുരൈ കാഞ്ചി. ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: രചയിതാക്കളെയും രചനയും തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. കുഞ്ചൻ നമ്പ്യാർ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാമപുരത്ത് വാര്യരാണ്. അപ്പൊ നമ്മുടെ ഈ ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളത് നോക്കാം. രാമപുരത്ത് വാര്യർ എന്തായിരുന്നു? നമ്മുടെ മലയാള പ്രസ്ഥാനം പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ്? പ്രസ്ഥാനങ്ങൾ പഠിച്ച സമയത്ത് നമ്മൾ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ അങ്ങോട്ട് എഴുതി വെച്ചേക്കാം അല്ലെ. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം ആര്? രാമപുരത്ത് വാര്യർ അല്ലെ. രാമപുരത്ത് വാര്യർ. ക്ലിയർ അല്ലെ? രാമപുരത്ത് വാര്യർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അല്ലെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഓപ്ഷൻ 1 സി വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടടാ? 1 സി വരുന്നതാ. ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. എയും ഉണ്ട്, ബിയും ഉണ്ട് അല്ലെ. എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും അങ്ങ് വെട്ടിയേക്കാം അല്ലെ. സിയും ഡിയും അങ്ങ് വെട്ടിയേക്കാം. അതല്ല ആൻസർ നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ എ ആണോ ബി ആണോ എന്നുള്ളതാണ്. നെക്സ്റ്റ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാണടാ? ഇതിൽ കുഞ്ചൻ നമ്പ്യാരുടെ കൃതി ഏതാണ്? ഒരു ഓട്ടംതുള്ളൽ കൃതിയുണ്ട്. കൃതി. അപ്പൊ നമുക്ക് അറിയാം, എന്താ പേര് വായിച്ചു നോക്കുമ്പോ തന്നെ അറിയാം. ഘോഷയാത്ര അല്ലെ. ഘോഷയാത്ര കിടപ്പുണ്ട്. കുഞ്ചൻ നമ്പ്യാര് തുള്ളൽ പ്രസ്ഥാനവുമായിട്ട് എന്താണ്
തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. പിന്നെ നമ്മുടെ ആക്ഷേപഹാസ്യം കൊണ്ട് എന്താണ് കവിതകൾ എഴുതുന്നത്, പിന്നെന്താണ് കവിതയെ ചാട്ടവാറാക്കിയ എന്താണ് കവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ കുഞ്ചൻ നമ്പ്യാർക്കുണ്ട്. അവ ഘോഷയാത്ര അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. 2 എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ എന്ന് വന്നു അല്ലെ, ഡി ആണ് ഓപ്ഷൻ എന്ന് വന്നു. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എയും ബിയിലും ഒന്നുകൂടെ നമുക്ക് വെട്ടിക്കളയാം അല്ലെ. എങ്ങനെയാണ് ഇവിടെ 2A ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാ നമുക്ക് അതങ്ങ് വെട്ടാമോ? വെട്ടാം. സോ നമ്മൾ ആൻസറിലേക്ക് എത്തി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്താണ്? രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര ആൻഡ് സുഭാഷ് ചന്ദ്രൻ എന്താണ് പറുദീസ് നഷ്ടം അല്ലെ, ഇതാ കിടക്കുന്നു. പിന്നെ കാളിദാസൻ ഋതുസംഹാരം ഋതുക്കളെ കുറിച്ച് എഴുതിയിട്ടുള്ള കൃതിയാണ് അല്ലെ, ഋതുക്കളെ കുറിച്ച് എഴുതിയിട്ടുള്ള കാളിദാസന്റെ കൃതിയാണ് ഋതുസംഹാരം അല്ലെ. അപ്പൊ ക്ലിയർ അല്ലെ, നമുക്ക് ഓപ്ഷൻ ക്ലിയർ ആയിട്ട് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ വെച്ച് ഓപ്ഷൻ വെട്ടി പോവുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേടാ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. ജി ശങ്കരപിള്ളയുടെ ഓടക്കുഴൽ എന്ന കവിതയ്ക്ക് ആരാണ് ആമുഖം എഴുതിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു ഷോർട്സ് പോലെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആമുഖം എഴുതിയത് ആരാണ് എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഓർമ്മയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതിനകത്ത് ആൻസറും വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓടക്കുഴൽ ആമുഖം എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? എസ് ഗുപ്തൻ നായരുണ്ട്, ജോസഫ് മുണ്ടശ്ശേരി ഉണ്ട്, എം ലീലാവതി ഉണ്ട്, സുകുമാർ അഴീക്കോട് ഉണ്ട്. ആരാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ. എസ് ഗുപ്തൻ നായരാണ് ഓടക്കുഴൽ എന്ന കവിതയ്ക്ക് ആമുഖം എഴുതിയത്. 1965 ഈ കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പൊ ഈ കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതിന്റെ തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഓടക്കുഴൽ അവാർഡ് നടപ്പിലാക്കിയത് കേട്ടോ അദ്ദേഹം. അപ്പൊ അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ നോക്കിയത്. 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായത് ക്ലിയർ ആയിട്ടുള്ളതല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പൊ ഞാനിത് പറയാണ്, ഇതൊരു ശാസ്ത്ര നോവലാണ് കേട്ടോ. ഇതൊരു ശാസ്ത്ര നോവലാണേ. ഞാൻ ഇവിടെ എഴുതാം, ശാസ്ത്ര നോവലാണ്. പിന്നെ ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടലിന്റെ അടിയിലുള്ള പവിഴപ്പുറ്റുകളെ പറ്റിയും ഒക്കെ ശാസ്ത്രമായിട്ട് പറയുന്ന രീതിയാണ് കേട്ടോ. പവിഴപ്പുറ്റുകളെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ശാസ്ത്ര നോവലാണ്, മറക്കരുത് കേട്ടോ. അത് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുൺ അലോഷ്യസ് ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അരുൺ അലോഷ്യസ് ആണ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ 4 ക്വസ്റ്റ്യൻ കവർ ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ ഓരോ ഓപ്ഷനും ഓരോ ക്വസ്റ്റ്യനും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് ക്ലിയർ ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ളത് ആ 4 ഓപ്ഷനിൽ നിന്നും ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ തയ്യാറാക്കാറ്. അങ്ങനെ മിക്കവാറും വരത്തുള്ളൂ. സോ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം, നമുക്കറിയാം നമ്മൾ മാക്സിമം PYQ ഡിസ്കസ് ചെയ്യുന്നതാണ് കാര്യം. സോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം മാറ്റി നിർത്തുക. പിന്നെന്താ ചെയ്യേണ്ടത്? ബാക്കി 3 ഓപ്ഷനെ കുറിച്ചും ബാക്കി അറിയുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം എഴുതി പോവുക കേട്ടോ. അപ്പൊ ഈ ലെക്ചർ നോട്ട്സ് ഒക്കെ അടുത്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പഠിക്കുന്ന സമയത്ത് അടുത്തൊരു പെന്നും പേപ്പറും വെച്ചേക്കുക. എഴുതി മേജറായിട്ട് പറയുന്ന പോയിന്റ്സ് എല്ലാം എഴുതിയാണ് ഒന്ന് പോവേണ്ടത്. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫയദോർ ദസ്തേവസ്കിയുടെ ജീവിതം ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നോവൽ ആര്? പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. നോക്കാം, ഏതാണെന്ന് അറിയാമോ? ഞാനപ്പോ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഫുൾ ഇത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും അദ്ദേഹത്തിന്റെ കൃതിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കൃതികളാണ്. മേജർ ആയിട്ടുള്ള കുറച്ച് കൃതികൾ ഇതിനകത്തുണ്ട്. നമുക്കത് പറഞ്ഞു പോവാം ഏതാണെന്നുള്ളത്. അപ്പം അതിനകത്ത് ആദ്യം ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ് ഉത്തരം എന്ന് കമന്റ് അറിയാമോ? ഏതാണ് ദസ്തേവസ്കിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന പെരുമ്പടവം ശ്രീധരൻ രചിച്ച കൃതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്?
ഏതാണ്? സോ ഒരു സങ്കീർത്തനം പോലെ, ഇതാണ് ആൻസർ കേട്ടോ. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു എന്താണ് ഹൃദയസ്പർശിയായിട്ടുള്ള നമുക്ക് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് തോന്നുന്ന ഒരു നോവലാണ്. ഞാൻ ആദ്യമായിട്ട് വായനയിലോട്ട് കടന്നത് ഈ പുസ്തകം വായിച്ചുകൊണ്ടാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് കേട്ടോ. സോ വളരെ നല്ല, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രവും കഥയും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പം ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ഹൃദയത്തിന്റെ ഉടമ, അതും ആരുടെയാണ്? നമ്മുടെ പെരുമ്പടവം ശ്രീധരന്റെയാണ് കേട്ടോ. സോ അടുത്ത മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് എന്താ? അഷ്ടപതി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഒറ്റച്ചിലമ്പ് എന്നുള്ളത്. ഒറ്റച്ചിലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭക്തിയുമായിട്ടും ഭക്തി, കാമം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ്. ഇതൊരു ഫിലിം വന്നിട്ടുണ്ട് കേട്ടോ. ഫിലിം വന്നിട്ടുണ്ട്. ഒറ്റച്ചിലമ്പം തന്നെയാണ്. അപ്പം അതൊരു മേജർ ഭക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പം ഭക്തിയിലോട്ടൊരു കഥാപാത്രം വരികയും അവരുടെ ഒരു ഒരു ജീവിതം ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയാണ് ആ കൃതിയിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ, ഒറ്റച്ചിലമ്പ്. അപ്പം 4 കൃതികളും അദ്ദേഹത്തിന്റെയാണ്. അതിൽ സങ്കീർത്തനം പോലെ ഓർമ്മിച്ചു വെക്കുക ഇമ്പോർട്ടന്റ് കൃതിയാണ്. അതുപോലെ ഓർമ്മിച്ചു വെക്കാനുള്ള 1975 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കൊടുത്തിട്ടുള്ള അഷ്ടപതി എന്ന് പറയുന്ന കൃതിയും കൂടി ഓർമ്മിച്ചു വെക്കുക കേട്ടോ. അഷ്ടപതി എന്ന് പറയുന്ന കൃതിയും കൂടി ഓർമ്മിച്ചു വെക്കുക. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോളിന്റെ കൃതി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അല്ലെ. അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബദിരവിലാപം അദ്ദേഹത്തിന് 31 വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പറ്റായിക വന്നു അല്ലെ. അപ്പം അങ്ങനെ അതില് മനന്നൊന്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയതാണ് ഈ ബദിരവിലാപം എന്ന് പറയുന്ന കൃതി കേട്ടോ. അപ്പൊ അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിൻ്റെയാണ്, വള്ളത്തോളിന്റെയാണ്. ഇനി കൊച്ചു സീതയുടെ രണ്ടാമത്തെ ഋതുവിലാസം കേട്ടിട്ടുണ്ടാവും അല്ലെ. ഋതുവിലാസവും അദ്ദേഹത്തിൻ്റെതാണ് അല്ലെ. കൊച്ചു സീതയും അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കുന്നവർക്ക് അറിയാം ഇതിൽ അദ്ദേഹത്തിന്റെ കൃതി അല്ലാത്തത് ഏതാണ്? രാത്രിമഴയാണ്. രാത്രിമഴ ആരുടെ കൃതിയാണ്? രാത്രിമഴ നമ്മുടെ സുഗതകുമാരിയുടെ കൃതിയാണ് അല്ലെ. സുഗതകുമാരിയാണ് അല്ലെ. ക്ലിയർ അല്ലെ? സുഗതകുമാരിയുടെ കൃതിയാണ് അല്ലെ രാത്രിമഴ എന്നുള്ളത്. അപ്പൊ സുഗതകുമാരിയുടെ കവിതയാണ് രാത്രിമഴ എന്നുള്ളത്. അതിന്റെ 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അല്ലെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഈ രാത്രിമഴ എന്നുള്ളത് കേട്ടോ. മറന്നുപോവല്ലേ. ഇനി അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 38 കവിതകളുടെ കവിതാ സമാഹാരമാണ് ഈ പറയുന്ന കൃതി കേട്ടോ. എഴുതിക്കോണേ. 38 കവിതകളുടെ കവിതാ സമാഹാരമാണ് ഈ രാത്രിമഴ എന്ന് പറയുന്ന കൃതി. മറന്നുപോകല്ലേ. അപ്പൊ ബാക്കിയെല്ലാം വള്ളത്തോളിന്റെ കൃതിയാണ്. അതിലെ ബദിരവിലാപം ഓർമ്മിച്ചു വെക്കുക. ബദിരവിലാപത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചോദിക്കാനുള്ളത് രാത്രിമഴയെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സുഗതകുമാരിയുടെ കവിത തിരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് രാത്രിമഴയും ഓപ്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാ വികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെറുകഥാ പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? വാസനാ വികൃതിയാണ് അല്ലെ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് നമ്മൾ എഴുതുന്നത്? വാസനാ വികൃതി അല്ലെ. വാസനാ വികൃതി. സോറി,
അപ്പൊ അത് എഴുതിയിട്ടുള്ളത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാരാണ് കേട്ടോ. വേങ്ങയിൽ ക്വസ്റ്റ്യൻ നോക്കിയോടാ. ക്വസ്റ്റ്യൻ എന്താണ്? അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള കൃതികളെല്ലാം ആദ്യമായിട്ട് ബുക്കിലല്ല അല്ലെ പ്രസിദ്ധീകരിച്ചു വരുന്നത്. എല്ലാം വരുന്നത് എങ്ങനെയാണ്? ഇതുപോലുള്ള മാസികകളിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ചെറുകഥാ പുസ്തകം വന്നത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മാസികയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയാമോ ഏതാണെന്ന്? വിദ്യാവിനോദിനിയാണ് കേട്ടോ ആൻസർ. വിദ്യാവിനോദിനിയാണ് ആൻസർ. സി പി അച്യുതമേനോന്റെ എഴുതണോ ഇവിടെ? സി പി അച്യുതമേനോൻ എന്ന് എഴുതിയേക്കാം. സി പി അച്യുതമേനോന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാവിനോദിനിയിലാണ് ആദ്യമായിട്ട് വാസനാ വികൃതി എന്നുള്ള ചെറുകഥ വന്നിട്ടുള്ളത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാരുടെ. വജ്രസൂചി, വജ്രബാഹു എന്നൊക്കെ തൂലികാനാമമുള്ള ആളാണ് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നയനാർ. ക്ലിയർ അല്ലേടാ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട് ദേശം പശ്ചാത്തലമാക്കി വന്ന ഷീല ടോമിയുടെ നോവൽ ഏത് എന്നുള്ളതാണ് അല്ലെ. ഷീല ടോമിയുടെ നോവൽ ഏതിനെ പശ്ചാത്തലമാക്കി? വയനാട് പശ്ചാത്തലമാക്കിയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമോ? ആൻസർ അറിയാമോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ ആദ്യത്തെ ഒരു ഓപ്ഷനെ നമുക്ക് കളയാം അല്ലെ. നമുക്കറിയാം നെല്ലെന്ന് പറയുന്നത് ആൻസർ തെറ്റാണ് അല്ലെ. നെല്ലാരുടെയാണ്? നെല്ലാരുടെയാണ്? വത്സലയാണ് അല്ലെ. നെല്ല് പി വത്സലയാണ് അല്ലെ. ക്ലിയർ അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ നദിയുടെ പേര് ചോദിക്കരുത്. ആ നദിയുടെ പേര് ചോദിക്കരുത്. അറിയാമോ ആരുടെയാണെന്ന്? ഇത് ഷീല ടോമിയുടെ തന്നെയാണ്. പാലസ്തീൻ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്. പാലസ്തീൻ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ് ഈ കവിത. ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, വല്ലി. കേട്ടോ, ആൻസർ ഇതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് കുടിയേറ്റക്കാരെ കുറിച്ച് എഴുതിയതാണ്. വയനാട് കുടിയേറ്റക്കാരെ കുറിച്ച് എഴുതിയതാണ്. അപ്പൊ ഈ മാവേലി മൺട്രോ ആരെയാണെന്ന് അറിയാമോ? അത് KJ ബേബിയുടെയാണ്. KJ ബേബി. അതും വയനാട് റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. ഓർമ്മിച്ചു വെച്ചേക്കണേ. ഇത്രയാണ് ആ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. ഓർമ്മിച്ചു വെച്ചേക്കാം. ആൻസർ വല്ലി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഹൈമവത ഭൂവിൽ എന്നുള്ള യാത്രാ വിവരണം ആരുടേതാണെന്നാണ്. അപ്പൊ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല അല്ലെ. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഹൈമവത ഭൂവിൽ എന്നുള്ള കൃതി ആരുടേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെയാണ്? MB വീരേന്ദ്രകുമാറിന്റെ ആണ് അല്ലെ. MB വീരേന്ദ്രകുമാറിന്റെ ആയിരുന്നു. രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം നിന്നിട്ടുള്ള ആളാണ് അല്ലെ. അപ്പൊ MB വീരേന്ദ്രകുമാറിന്റെ ആണ് ഹൈമവത ഭൂവിൽ എന്ന് പറയുന്ന യാത്രാ വിവരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ഒരു കവിത വന്നിട്ടുണ്ട്. പേരെന്താ? മേഘരൂപൻ എന്ന അദ്ദേഹത്തിനെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. അത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയാമോടാ? ആറ്റൂർ രവിവർമ്മയാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്ന റഫീഖ് അഹമ്മദ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ VM ഗിരിജയാണ്. നാലാമത് മുരുകൻ കാട്ടാക്കടയാണ്. അപ്പൊ രണ്ടുപേരും നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെ. എന്തായാലും മുരുകൻ കാട്ടാക്കടയല്ല, നമുക്കത് വെട്ടിക്കളയാം. നമുക്ക് VM ഗിരിജയുമല്ല, വെട്ടിക്കളയാം അല്ലെ. അപ്പൊ ആറ്റൂർ രവിവർമ്മയാണോ റഫീഖ് അഹമ്മദ് ആണോ എന്നാണ് ഒരു കൺഫ്യൂഷൻ വരാൻ അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നോക്കിയിട്ടുള്ളവർക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം ആരായിരിക്കും എഴുതിയിട്ടുള്ളത്? മേഘരൂപൻ PA കുറിച്ചൊക്കെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട് നമുക്ക് ചിന്തിക്കാം അല്ലെ. അപ്പൊ നമുക്ക് റഫീഖ് അഹമ്മദിനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റും അല്ലെ. അങ്ങനാണെങ്കിൽ ഉത്തരം എന്താണ്? ആറ്റൂർ രവിവർമ്മയാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ആറ്റൂർ രവിവർമ്മ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു കാര്യം കൂടിയുണ്ട്. നോക്കടാ, 2012 P ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത
ഈ കവിതയെ വെച്ചുകൊണ്ടും ഈ പറയുന്ന കവിതയുടെ പ്രമേയവും അതേപോലെ PA കുറിച്ചും വന്നിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഒരു സംവിധാനം ചെയ്ത സിനിമയുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് സെയിം ആസ്പെക്ടില് എന്താണ് എഴുതിയതാണ്. ഏതാണെന്ന് അറിയാമോ? ഇവൻ മേഘരൂപൻ. ഇവൻ മേഘരൂപൻ. സോ എടാ ഇതാണ്, ഇത്രയും ക്വസ്റ്റൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റനും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിലേക്കൊക്കെ എത്താൻ പറ്റി ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരു ക്വസ്റ്റൻ എടുത്തു കഴിഞ്ഞാൽ 4 ഓപ്ഷൻ കാണും. ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ബാക്കി 3 ഓപ്ഷന്റെ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയായിരിക്കും തന്നിട്ടുണ്ടാവുക. എന്തെങ്കിലും അവാർഡ്സുകളോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാം ഒന്ന് നോക്കുക കൃത്യമായിട്ട്. ബാക്കി 3 ഓപ്ഷന്റെ കാര്യങ്ങൾ ഒന്നുകൂടി പഠിച്ചു വെക്കുക. അപ്പൊ ഓരോ ക്വസ്റ്റനും ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒത്തിരി 4 ഓപ്ഷൻ, ഒരു ഓപ്ഷന് ആൻസർ ആണെങ്കിൽ ബാക്കി 3 ഓപ്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. വീണ്ടും നമുക്ക് അത് റിക്കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പഠനം കൊണ്ടുപോകാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ, ഞാൻ എപ്പോഴും എൻ്റെ ലൈവ് സെഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പേപ്പറും പെന്നും അടുത്ത് വെച്ച് എന്ത് ചെയ്യുക, എഴുതി ആ ഒരു പോയിന്റ്സ് എല്ലാം എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, എല്ലാവർക്കും നന്മയുള്ളൊരു വിഷുക്കാലം ഞാൻ വീണ്ടും ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സ്വപ്നം എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതെല്ലാം നല്ലതുപോലെ സംഭവിക്കട്ടെ. നല്ലതുപോലെ എന്താണ് ഒരു നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വളരെയധികം എൻ്റെ ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.